പൂഞ്ഞാറിൽ ക്രൈസ്തവ ദേവാലയത്തിൽ ആരാധന തടസ്സപ്പെടുത്താനെത്തിയ യുവാക്കളെ തടയാൻ ശ്രമിച്ച വൈദികനെ വാഹനമിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച ഒരു വാർത്ത പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. എനിക്കിതിൽ ഒട്ടും അതിശയം തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം CPM-ന്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും BJP-യുടെ ആയാലും ഒക്കെ രാഷ്ട്രീയ അജണ്ടകളെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കും, രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് നമ്മൾ ഘോരഘോരം പ്രസംഗിക്കും, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിമർശിക്കും, ചാണകമെന്ന് വിളിക്കും, പിന്നെ ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അതിനൊന്നും ആർക്കും ഒരു കുഴപ്പവുമില്ല. അത് വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ചർച്ച എന്ന നിലയിൽ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസും CPM ആയാലും കോൺഗ്രസും BJP ആയാലും CPM ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ നടത്തും, വിമർശനങ്ങൾ നടത്തും, രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടത്തും. ആർക്കും ഒരു കുഴപ്പവുമില്ല, എല്ലാം അക്സെപ്റ്റഡ് ആണ്. എന്നാൽ ഈ കേരളത്തിൽ താലിബാൻ വിസ്മയം എന്ന് അച്ചടിച്ച്, അതായത് എന്താണ് താലിബാൻ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അഫ്ഗാനിസ്ഥാൻ എന്ന ഒരു രാജ്യത്തിന്റെ ഭരണം താലിബാൻ എന്ന ഒരു തീവ്രവാദ സംഘടന, മതസംഘടന പിടിച്ച് അടക്കിയപ്പോൾ അത് വിസ്മയമാണ് എന്ന് കേരളത്തിലെ ന്യൂസ് പേപ്പറിൽ അച്ചടിച്ചു വന്നതിന് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് താലിബാൻ ഭരണം കേരളത്തിലും വരണം എന്നവരാഗ്രഹിക്കുന്നു, അവരൊരു വിസ്മയമാണ്. ആ ഒരു അച്ചീവ്മെന്റ്, ആ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ വിമർശിക്കുകയോ നമ്മൾ അഭിപ്രായം പറയുകയോ അവരതിന് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പൂഞ്ഞാറിൽ നടത്തിയതുപോലെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ വിമർശിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ വർഗീയത പറയുന്നു, നമ്മൾ വർഗീയവാദിയാകുന്നു, നമ്മൾ സമൂഹത്തിൽ കൊള്ളാത്തവരാകുന്നു. എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കുന്നത് എന്നതിന്റെ ഉത്തരമാണ് മതമാണ്. ആ രാഷ്ട്രീയം എന്നത് മതരാഷ്ട്രീയമാണ് അവരുടേത്. അതുകൊണ്ടാണത് സംഭവിക്കുന്നത്.